അവൻ ഫേമസ് ആയി വരുംതോറും ഞങ്ങൾ വീടിനകത്ത് കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വലിയ വീട് വെച്ചാലേ സമൂഹത്തിൽ ഒരു വില കിട്ടത്തുള്ളൂ. ഡിസ്ചാർജ് ചെയ്യുമ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. സോബി പറയുന്ന പോലെ വല്ലവരും വല്ലതും ചെയ്തതായിരിക്കോ, എവിടെ വെച്ച് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് സോബി പറയുന്നത്. ബാലുവിന്റെ വാലറ്റും മൊബൈലും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ഈ അടുത്ത് കൂടെ നടക്കുന്ന അയാളുടെ കയ്യിലായിരുന്നു. ഈ ചെയ്യുന്നൊക്കെ കള്ളം, അച്ഛനെയും അമ്മയൊക്കെ അറിയിക്കാതെ കള്ളത്തരത്തിലൊക്കെ അല്ലേ ഈ കല്യാണമൊക്കെ നടത്തുന്നത്. ഈ ബാലുവിന്റെ കല്യാണം വന്ന സമയത്തെ അതിന്റെ അകത്ത് പിന്നെ ഈ കൈരളി ടിവിയിലാണ്ട് ദീർഘനേരം ഇതുണ്ടായിരുന്നു. അതിന്റെ അകത്ത് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇത് വന്നു. ഇപ്പൊ ഒരു 1.5 വർഷം ഇത് കഴിഞ്ഞ പിന്നെയാണ് അവളും ഒരു ശമ്പളം മൂളിയതെന്നുള്ളത് പറഞ്ഞു ലക്ഷ്മി. അങ്ങനൊന്നും അല്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അന്നും ബാലുവിന് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നില്ലേ? അപ്പൊ അന്നേരം പൈസ കയ്യിൽ ഇല്ലെന്നുള്ളതില്ല, അന്നും കുറച്ച് അത്യാവശ്യം. അയ്യോ, അതിനു മുമ്പ് കിട്ടി തുടങ്ങി. അപ്പൊ ഈ കൂട്ടുകാര് പലരും 200, 300 മേടിച്ചോണ്ട് പോകും, വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങള് അവന്റെ അക്കൗണ്ടിലിട്ടി, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട്, പോസ്റ്റ് മാസ്റ്റർ ആണല്ലോ, അതും അങ്ങനെ കുറെ സേവ് ചെയ്തു. ഞാൻ KSF ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ കുറച്ചിടും. പിന്നെ സൂര്യസമുദ്ര എന്ന് പറഞ്ഞൊരു ഹോട്ടലില് ഫോറിനേഴ്സ് ഒക്കെ വരുന്നിടത്ത് പ്രോഗ്രാം കിട്ടുമായിരുന്നു. അല്ല, ഇവിടെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിന് കാശ് അത് കിട്ടും, പണം കിട്ടും. അച്ഛൻ വൈകുന്നേരത്തെ വരെയുള്ള ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോകും. അപ്പൊ അത് അവര് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വായിക്കാൻ അവരുടെ മുമ്പില്. ചെറിയൊരു കിട്ടും, തീരെ മോശമല്ലാത്ത കിട്ടും. പിന്നെ ഏതെങ്കിലും ഒരു പെർക്കഷൻ കൂടെ കൊണ്ടുപോകും, മൃദംഗമോ അല്ലെങ്കിൽ തബലയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റും കൂടെ കൊണ്ടുപോയിട്ട് അത് ആസ്വദിക്കാൻ കുറെ ഫോറിനേഴ്സ് ഒക്കെ കാണും. അപ്പൊ ബാലു അന്ന് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, അന്ന് കല്യാണം കഴിച്ച സമയത്ത് അധികം പൈസ ഒന്നുമില്ല, അപ്പൊ ഞാൻ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചാണല്ലോ നിന്നെ നോക്കും എന്നൊരു വാക്ക് കൊടുത്തോണ്ടാണ്. വന്നാലും ഒരു 2-2.5 ലക്ഷത്തോളം അക്കൗണ്ടിലായിരുന്നു. അത് അന്നത്തെ കാലത്ത് നല്ലൊരു തുക അതുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ പ്രോഗ്രാം പിന്നെ നിങ്ങൾ രണ്ടുപേരും അധ്യാപകരും. അതുപോലെ അച്ഛൻ ആദ്യമേ വീടെടുത്തു കൊടുത്ത അച്ഛന്, പിന്നെ കട്ടില്, ഗ്യാസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യം പോയത് അച്ഛന്റെ അനിയന്റെ എറണാകുളത്തോട്ടാണ്. അവര് നല്ല രീതിയിൽ ബാങ്ക് മാനേജരൊക്കെ നല്ല രീതിയിൽ താമസിക്കുന്നവർ, അവിടെ ഒരു കുറവും വന്നില്ല. പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വീടെടുത്തു, വീട്ടിൽ സാധനങ്ങൾ എടുത്തു, പിന്നെ അച്ഛൻ കൂടെ പോവും കുറെ സാധനം. എനിക്കിങ്ങനെ ഒരു ഉള്ളിലൊരു തോന്നിയേ, ആ കല്യാണം കഴിച്ചു, അവള് മറ്റേ ഒരു മ്യൂസിക്കുമായിട്ടുള്ള ബന്ധങ്ങളില്ലാത്ത ഒരു കുടുംബമാണ്, വന്നു, എന്നാലും ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഒന്ന് വെജിറ്റേറിയന്, രണ്ടാമത് ലക്ഷ്മി എന്നുള്ള പേര്. ഈ രണ്ടും ആണ് എനിക്ക്. അത് പറഞ്ഞോണ്ടാണ് ജോയി എന്ന് പറഞ്ഞ ഒരാളോട് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ, അന്ന് ഈ സാമ്പത്തിക പദ്ധതി നിങ്ങൾ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്, ബാലുവിനും അത്യാവശ്യം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പോയി കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രായം കുറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അന്ന് കല്യാണം നമ്മൾ ഇച്ചിരി പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞത്. അതെയോ? അല്ല, അത് പറഞ്ഞ മോളുടെ കാര്യം പറഞ്ഞല്ലോ, ആരോഗ്യ പ്രശ്നമുണ്ട്, അവള് ഡിപ്രഷനോട്, പിന്നെ അവള് ചിലപ്പോ ആഹാരം പോലും കഴിക്കാതിരിക്കും, കൂടെ ഹോസ്പിറ്റല്, അങ്ങനത്തെ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് വീട്ടില്. പിന്നെ വാടക വീടാണ്, അപ്പൊ താമസിക്കുന്ന വീടൊന്നും ആയിട്ടില്ല. പിന്നെ വിദ്യാഭ്യാസം പൂർണ്ണമാവുന്നില്ല, MA സെക്കൻഡ് ഇയർ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോഴ് പിന്നെ അമ്മാവൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യം, ഈ വയലിൻ പഠിത്തവും എല്ലാം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്ന. അപ്പൊ ഇവിടെ ഒരു വിരോധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോ അത് ഗുരുത്വദോഷമാവും, വീട്ടംഗങ്ങളാരും സപ്പോർട്ടല്ല. ലക്ഷ്മിയുടെയും ബാലുവിന്റെ ഒക്കെ നാൾപ്പുറത്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ കല്യാണം? അതൊന്നുമില്ല, അങ്ങനെ നോക്കിയിട്ട് ആരൊക്കെ ചേരത്തില്ല. ബാലുവിന് 2ാം വിവാഹം നടക്കും എന്നൊക്കെയാണ് അവരോ പറഞ്ഞത്. നാളെ മാത്രം വെച്ചിട്ട് നോക്കിയിട്ട് ചേരത്തില്ല. ഹൈന്ദവ വിഭാഗങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അല്ലല്ലോ, ഇത് നമ്മൾ ഇടപെടുന്നില്ല. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റി കോളേജില് ഒരു എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മോനിങ്ങനെ ഇവിടെ ഒരു ബന്ധം ഉണ്ട്, അത് ശരിയല്ല, അവൾക്ക് വേറെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ അവനെ ഉപദേശിച്ചിട്ടുണ്ട്, ഇത് മാറണം, ശരിയല്ല, അവന് കേട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇതിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു, മോന് പറ്റിയ ഒരു ബന്ധമല്ല എന്ന് പറഞ്ഞു. പിന്നെ പോസ്റ്റ് ഓഫീസിലുള്ള ഒരു സ്റ്റാഫും പറഞ്ഞു അവരുടെ അടുത്താണ് താമസിക്കുന്നത്, അപ്പം നിങ്ങളുടെ മോന് പറ്റിയതല്ല എന്ന് പറഞ്ഞു. അപ്പൊ പല വഴിക്ക് നമുക്ക് ഈ സൂചന കിട്ടുന്നു. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും എന്റെ മോന് പറ്റിയതല്ലെങ്കിൽ ഞാനത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ബാലു ഈ പേരും വെജിറ്റേറിയൻ എന്നുള്ള 2 കാര്യങ്ങളിലാണ് ജോയിയോട് പറഞ്ഞെന്ന് പറഞ്ഞത്. അതിന് മുമ്പ് ഈ ലക്ഷ്മിയായിട്ട് പരിചയങ്ങളും ഇല്ല. എനിക്കറിഞ്ഞൂടാ ഇത് എങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ട്രാപ്പാണോ എന്ന് വിചാരിക്കുന്നു. ചിലര് പറഞ്ഞു ഇവന്റെ വീഡിയോയിൽ എങ്ങാണ്ട് മോഡലായിരുന്നു, പാട്ട്, അങ്ങനൊന്നും ഇല്ല, കലാപരമായിട്ടോ ഇങ്ങനെ. അവള് നല്ല ഏബിൾ ആയിട്ട് കാര്യങ്ങൾ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂലൊക്കെ എല്ലാം പറയുന്ന നല്ല ബോൾഡ് ആയിട്ട്. അതെ, അതൊക്കെ നല്ല സാമർഥ്യമുള്ള. ശരിക്കും ഒരുപക്ഷെ ചിലപ്പോ അന്ന്
അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വീട്ടിലോട്ട് അങ്ങ് സ്വീകരിച്ചു പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ അങ്ങ് നിന്ന്. പക്ഷെ ആ മോളുടെ ഒരു പ്രോബ്ലം നിലനിന്നു. അതല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല വഴിക്കും കിട്ടിയ അഭിപ്രായം തന്നെ അത്. പിന്നെ നമ്മുടെ ഈ എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു അപ്പൊ ഞാൻ എന്റെ ബ്രദർ എന്ന് പറഞ്ഞ അച്ഛന്റെ സ്ഥാനത്ത് 2 വയസ്സേ വ്യത്യാസമുള്ളതിൽ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അവരെയൊക്കെ ധിക്കരിച്ചിട്ട് അവര് പറയുന്നതിന് വിപരീതമായിട്ട് ഞാൻ ചെയ്യത്തില്ല. അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കുടുംബപാരമ്പര്യത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മൂത്തയാള് ഒന്നും ആയിട്ടില്ല. ഞങ്ങളെ പോലെയെങ്കിലും ഓരോ ജോലിയിലൊക്കെ ഒരു കയറണ്ടേ. അല്ലാതെ ഞങ്ങൾ സ്വത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ല. കുടുംബ സ്വത്തുണ്ടാക്കി വലിയ വീട് വെച്ച് അതിലല്ല, വിദ്യാഭ്യാസത്തിലാണ് നമുക്കൊരു താല്പര്യമുള്ളത്. അപ്പൊ വീട് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഇവിടെ അമ്മാവനും അച്ഛനും പറഞ്ഞു, വലിയ വീടിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ട, നമുക്ക് പറ്റുന്ന ഒരു ചെറിയ 2 പേരെ ഉള്ളല്ലോ, അതുകൊണ്ട് ചെറിയ വീട് മതി, എപ്പോഴും കയ്യിലൊരു തുക കരുതൽ ധനം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവന്റെ ഭാര്യക്ക് ഭയങ്കര സങ്കടമായി. വലിയ വീട് വെച്ചാലേ സമൂഹത്തിൽ ഒരു വില കിട്ടത്തുള്ളൂ. അതെല്ലാം സ്വന്തമായിട്ട് ലോണൊന്നും ഇല്ലാതെ ബാല്യ സ്ഥലം മേടിച്ചു. അത് ലോണൊക്കെയാ, വീട് വെച്ചതൊക്കെ ലോണുണ്ട്. കാറിന് ലോണായിരുന്നു ആദ്യം. പക്ഷെ അതെല്ലാം വീട്ടി ഇത്രയും കാലം കൊണ്ട് ആയിരിക്കും. സാൻഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു കാർ ആദ്യം എടുത്തത് ലോണിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീടിനും അതുപോലെ ഒക്കെ പിന്നെ അടച്ചു തീർത്ത് കാണും. പിന്നെ വേറൊരു സ്ഥലം വാങ്ങിച്ചു, ഫ്ലാറ്റ്, സൺ ഹോംസിന്റെ ഒരു ഫ്ലാറ്റ്. ആദ്യത്തിൽ എല്ലാത്തിനും അച്ഛൻ ഡോക്യുമെന്റ് ഒക്കെ നോക്കി, അച്ഛന്റെ കൂടെ ഒരു തൃപ്തി കൊണ്ടേ അവനതൊക്കെ ചെയ്തു. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ മാറി കഴിഞ്ഞ പിന്നെ ടീച്ചറിന്റെയും ഉണ്ണിച്ചേട്ടനും കസ്റ്റഡിയിലുണ്ടായിരുന്ന ആ ഒരു ഡിസിപ്ലിനും കൺട്രോളിങ്ങും പതുക്കെ മാറി അല്ലേ? ഞാൻ പറഞ്ഞു, കോളേജില് പാരിപാലിച്ച് ചെന്നപ്പോഴേ കുറെ ഫ്രണ്ട്സ് ഡിഗ്രി തൊട്ട് ഈ കുറെ അവൻ അപ്പോഴും ഒരു വർക്ക് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ കിലുക്കം 97 എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തു, ഹിറ്റായി. പിന്നെ ആദ്യമായി നീനക്കായി എന്ന് പറഞ്ഞു പറയാം. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആള് കുറച്ചങ്ങോട്ട് ഫേമസ് ആയി. പിന്നെ ഫ്രണ്ട്സിന്റെ തിരക്കായി. ഈ തമലൻ ജോയ് എന്ന് പറയുന്ന ആളും ഒക്കെ അവന്റെ ഒരു പൊസസീവ് ആയിരുന്നു എന്ന് വേറെ ഫ്രണ്ട്സ് പറയുന്നത്. അങ്ങനെയൊക്കെ അവന്റെ ഫ്രണ്ട് എന്ന് പറയാൻ ഒരുപാട് പേർക്കും താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മോളുടെ അത് കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു. ആഹാരം കഴിക്കാതെ പിന്നെ അവളുടെ പ്രീ ഡിഗ്രി തൊട്ടുള്ള പഠിത്തമൊക്കെ തടസ്സമായി. ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ അവൻ ഫേമസ് ആയി വരുംതോറും ഞങ്ങൾ വീടിനകത്ത് കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വിഷമങ്ങൾ. അതായത് പറഞ്ഞു, ഒരു വശം തളർന്നു കിടക്കുന്ന ആളിന്റെ സ്ഥിതിയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഓർമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് പറ്റിയല്ലേ? 2 പിള്ളേരും നിങ്ങൾക്കല്ല. അതാ പിന്നെ അടുത്ത ശിക്ഷ എന്ന് പറഞ്ഞ ചേട്ടന്റെ ഇതായിരുന്നു. മോന്റെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചേട്ടൻ. നിങ്ങളോട് എല്ലാ മനുഷ്യരോടും കാണുന്ന പോലെയുള്ള സമീപനം ഇടപെടലുമായിരുന്നു നിങ്ങളോട്. ഞങ്ങൾ തന്നെ താമസിക്കുന്നിടത്ത് ഇവിടെ കൂടുതൽ വരും. പ്രാക്ടീസ് വേണമല്ലോ. അമ്മാവന്റെ അടുത്തൊന്ന് പഠിക്കാനും ഒക്കെ ആയിട്ട് ഭാര്യയായിട്ടും വരാറുണ്ട്. അമ്മ കാണുമല്ലോ, ഇവിടെ ആഹാരം കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഞങ്ങളുടെ വീട്ടിൽ ഞാനും മോളും അച്ഛനുമായിട്ട് താമസിക്കുന്ന വീട്ടില് ലക്ഷ്മി എല്ലാം കാലവാക്കാനൊക്കെ എല്ലാം രുചിയായിട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ എല്ലാം അറിയാവോ? ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ശീലിച്ചിട്ടില്ലാത്തതായിട്ടാ തോന്നുന്നത്. അഗ്നികോൺ എന്ന് പറഞ്ഞിട്ട് കിച്ചനും ഒക്കെ വലിയ ഗംഭീരമായിട്ട് ഈ കെട്ടിടമൊക്കെ അല്ലേ. പിന്നെ ഫ്രണ്ട്സിനും ഇഷ്ടം, അവന്റെ പുറത്തു കൊണ്ടുപോയാൽ അവരുടെയും കൂടി ഇഷ്ടം. കൂട്ടുകാരികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ചർച്ച പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് വിളിക്കും, ആശ്വസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് ആൾക്കാരുമായിട്ട് എനിക്ക് തോന്നുന്ന കലാകാരന്മാരുമായിട്ട് ഭാര്യമാരും ഒക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്. ഒരുപാടുണ്ട് ഇരിക്കണം. അവരുടെ അപ്പനും അമ്മ ഇപ്പോഴും ഉണ്ട് 2 പേരും അല്ലേ? അവരൊന്നിച്ചാ താമസിക്കുന്നത്. ബ്രദറും ഉണ്ട്. ബ്രദർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിക്കുന്നു. അവിടെ പഠിക്കുകയായിരുന്നു അപ്പോഴും. ബാലു പഠിക്കുന്ന കാലത്ത്. അപ്പൊ ഇവരും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കുടുംബമാ പഠിത്ത കാര്യങ്ങളിലൊക്കെ. അതറിയില്ല, അയാൾ എങ്ങനെയാലും ഇപ്പൊ കോളേജിൽ ജോലിയായി. പഠിത്തത്തോ എത്രയുണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. സംഗീതമൊന്നും ആർക്കും ഇല്ല. അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് ഇത്രയും വലിയ അപകടം വന്നപ്പോഴത്തെ എന്ന് ഓരോരുത്തരും പറയുന്നത്. അത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, സർജറി കൊണ്ടൊക്കെ. ഇനിയിപ്പോ ഫിസിയോതെറാപ്പി മാത്രം ചെയ്താൽ മതി എന്നാണ്. ലക്ഷ്മി വീടിനെ ആശ്രയിച്ച അവരുടെ വീടിനെ ആശ്രയിച്ചാണ് അതെയോ സ്വന്തമായിട്ട് അവരുടെ വീട്ടിലാന്നാ തോന്നുന്നു. അല്ല, ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് ബാലുവായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻഷുറൻസ് ഒക്കെ ധാരാളം ഉണ്ട്. അല്ല, അവള് പറഞ്ഞ കടം മേടിച്ചോണ്ട് പോയ ആൾക്കാരൊന്നും ഒരു പൈസ പോലും നാളെ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് അറിഞ്ഞൂടാ. ഈ അപകടം നടന്ന സ്ഥലത്തൊക്കെ അന്ന് ഉണ്ണിച്ചേട്ടനൊക്കെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് അതാണ് പറഞ്ഞത്, ഈ റോഡ് ഇങ്ങേപ്പുറത്തെ ഇടതുവശത്തെ കൂടിയല്ലേ പോണത്. അഥവാ ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെങ്കിൽ തന്നെ നേരെ അങ്ങ് പോവുകയല്ലേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല,
റൈറ്റിലേക്ക് തിരിഞ്ഞ് അപ്പുറത്തൊരു റോഡുണ്ട്, സർവീസ് റോഡ്, അതും ക്രോസ് ചെയ്ത് പോയാണ് മരത്തിലിടിച്ചത്. അതിലാണ് നമുക്ക് സംശയം. അതിപ്പോ എടുത്തു പോയി. അതിലാണ് നമുക്ക് സംശയം തോന്നിയത്. ഇടതുവശത്തെ കൂടി പോകുന്നത് പിന്നെ സാധാരണ നിയമം അനുസരിച്ചാണ്, ഈ മറ്റേ ലോ ഓഫ് മോഷൻ അനുസരിച്ചാണ് അത് കണ്ടിന്യൂസ് പോകും. ഉറങ്ങിപ്പോയാൽ അങ്ങ് പോയി അവിടെ എവിടെയെങ്കിലും പോയി ഇതങ്ങനെ ഇതിങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് പോയി ഇടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് കാര്യം എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ആ ജോർജ് ജോസഫ് സാറ് പറയണത് ഇവനെ ആരോ ചേസ് ചെയ്തിട്ടുണ്ട്.